ഈ ലോകത്തിലുള്ള ആളുകൾ നമ്മളെ കാണുന്നത് എങ്ങനെയെന്നല്ല പ്രധാനപ്പെട്ടത്. ഒരു കാര്യം നമ്മൾ ഓർക്കണം, യേശു നമ്മളെ കാണുന്നു എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ഓർക്കേണ്ടത്. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങളെ തടാകത്തിന് അക്കരയ്ക്ക് പോകാനായിട്ട് പറഞ്ഞു. അങ്ങനെ ശിഷ്യന്മാരെ യേശു പറഞ്ഞയച്ചിട്ട് യേശു പ്രാർത്ഥിപ്പാനായിട്ട് മലയിൽ കയറിപ്പോയി. യേശു രാത്രി മുഴുവനും പ്രാർത്ഥിച്ചു. ഏകദേശം പ്രഭാതത്തോടടുക്കാറായപ്പോൾ യേശു കടലിൽ മീതെ നടന്നു ചെല്ലുക. അപ്പോൾ കടലിൽ മീതെ നടന്നു ചെല്ലുമ്പോൾ ഈ പടകിലുള്ള ശിഷ്യന്മാരെല്ലാവരും വളരെ ഭയപരവശരായിട്ട് രാത്രിയിൽ അവർ ആ തടാകത്തിൽ അല്ലെങ്കിൽ കടലിൽ വലിയ തിരകളും കോളും കാറ്റും ഒക്കെ ഉണ്ട്. ആ വലിയ പ്രയാസത്തോടെ അവരിങ്ങനെ പടകിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരുന്നു. ആ കടലിൽ മീതെ ഒരാൾ നടന്നു വരുന്നു. അവിടെ നമ്മൾ കാണുന്നത് അവർ പേടിച്ച് നിലവിളിച്ചു, അത്യുച്ചത്തിൽ നിലവിളിച്ചു. ഒരു ഭൂതമെന്ന് വിചാരിച്ച് അവർ പേടിച്ച് നിലവിളിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അടുക്കിലേക്ക് കർത്താവ് അവരടുത്ത് വരുമ്പോൾ വലിയ കാറ്റും ഇതെല്ലാം ഉണ്ട്. എന്നാൽ കർത്താവ് അടുത്ത് വന്നപ്പോൾ അതെല്ലാം ശാന്തമായി തീർന്നു. എന്നാൽ അവിടെ കാണാൻ സാധിക്കുന്നത് പത്രോസ് യേശുവിനോട് പറയുക, നീ ആകുന്നുവെങ്കിൽ ഞാൻ നിൻ്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണമേ എന്ന് പറയും. യേശു പറഞ്ഞു വരിക എന്ന് പറയുമ്പോൾ ആ വാക്കിന് പത്രോസ് ഓളങ്ങളുടെ മീതെ നടന്നു വരികയാണ്. പെട്ടെന്ന് നമ്മളിവിടെ കാണുന്നത് അവൻ കാറ്റ് കണ്ട് പേടിച്ചു. മുങ്ങി തുടങ്ങുന്ന വേളയിൽ അവിടെ പത്രോസിൻ്റെ ഒരു വലിയ പ്രാർത്ഥന നമ്മൾ കാണുന്നുണ്ട്. ഒരു ചെറിയ പ്രാർത്ഥനയാണ്, വേറൊന്നുമല്ല. കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. ഇപ്രകാരമുള്ളൊരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉയരണം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പലപ്പോഴും ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പത്രോസ് ഒരു സാധാരണ രീതിയിലുള്ള പ്രാർത്ഥനയല്ല. അവിടെ കർത്താവ് ഉടൻ തന്നെ അവൻ്റെ ആ പ്രാർത്ഥന, ആ നിലവിളി ഉയർന്നപ്പോൾ അപ്പോൾ തന്നെ യേശു അവനെ ആ കടലിൽ നിന്നും വിടുവിക്കുവാനായിട്ട് ഇടയായി തീർന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ നാം നിലവിളിക്കാൻ തയ്യാറാകുമോ? പലപ്പോഴും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടും പ്രയാസവും നേരിടുമ്പോൾ ആദ്യം നമ്മളെന്താണ്, മറ്റ് പല കാര്യങ്ങളാണ് നമ്മൾ നോക്കാറുള്ളത്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ നാം വിളിക്കുവാൻ തയ്യാറായാൽ കേൾക്കുവാൻ നമ്മുടെ കർത്താവുണ്ട്. ഹല്ലേലൂയ. നാം വിളിക്കുവാൻ തയ്യാറായാൽ നമുക്ക് ഉത്തരം തരുന്ന ഒരു കർത്താവുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. പ്രിയമുള്ളവരെ, ഇവിടെ അവൻ വിളിച്ചപ്പോൾ തന്നെ അപ്പോൾ തന്നെ അവനെ പിടിച്ചു, അവനെ രക്ഷിച്ചു. യിരെമ്യാവ് 33:3 നമുക്കെല്ലാവർക്കും അറിയാവുന്ന വചനമാണ്. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളുന്ന ദൈവമാണ്. ഹല്ലേലൂയ.